ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ചും 50% DADR ബേസിക് പേ അല്ലെങ്കിൽ പെൻഷനിൽ മെർജ് ചെയ്യുന്നത് സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ലോക്സഭയിൽ ഡിസംബർ 1, 2025 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 212. ഇത് ചോദിച്ചിരിക്കുന്നത് ശ്രീ ആനന്ദ് ബദൂരിയാണ്. ഇതിന്റെ ഹെഡിങ് 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച്. ദയവായി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഉത്തരം തരേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം സർക്കാർ അടുത്തിടെ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2. ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 3. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ അഭൂതപൂർവമായ പണപ്പെരുപ്പം നേരിടുന്ന സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടിയന്തര ആശ്വാസമായി DADR അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 4. ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ. ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനുത്തരം മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശ്രീ പങ്കജ് ചൗധരി മറുപടി നൽകി. 1ഉം 2ഉം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതെ സർ, 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള പ്രമേയം അനുസരിച്ച് 3 നവംബർ 2025 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിജ്ഞാപനത്തിന്റെ പകർപ്പ് അനുബന്ധം 1-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 മുതൽ 5 വരെ ഉള്ളതിനുള്ള ഉത്തരം. നിലവിലുള്ള ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ല. പണപ്പെരുപ്പം മൂലമുള്ള യഥാർത്ഥ മൂല്യത്തകർച്ചയിൽ നിന്നും ജീവിത ചെലവ് ക്രമീകരിക്കുന്നതിനും അടിസ്ഥാന ശമ്പളവും പെൻഷനും സംരക്ഷിക്കുന്നതിനുമായി ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ഓരോ 6 മാസത്തിലും DADR നിരക്കുകൾ പരിഷ്കരിക്കുന്നുണ്ട്. ഇതാണ് ലഭിച്ച ഉത്തരം. മുൻ പാർലമെന്റ് സമ്മേളനങ്ങളിലെ പോലെ തന്നെ വ്യക്തമല്ലാത്തതും പൂർണ്ണമല്ലാത്തതുമായ മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. 8ാം ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ഒരു പ്രധാന ചോദ്യം രാജ്യസഭയിൽ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം നാളെ ലഭിക്കും. അതിനെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.